വത്തിക്കാൻ സിറ്റി ലാൻഡ് ലോക്ക്ഡ് സഭാ സംസ്ഥാനം റോമൻ കത്തോലിക്ക സഭയുടെ ഇരിപ്പിടമാണ്. ഇത് ടൈബർ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റോമിലെ ഒരു എൻക്ലേവാണ്. വത്തിക്കാൻ സിറ്റി ലോകത്തിലെ ഏറ്റവും ചെറിയ സമ്പൂർണ്ണ സ്വതന്ത്ര രാഷ്ട്രമാണ്. അതിൻ്റെ മധ്യകാല നവോത്ഥാന മതിലുകൾ അതിൻ്റെ അതിരുകൾ ഉണ്ടാകും. തെക്ക് കിഴക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 6 പ്രവേശന കവാടങ്ങളിൽ 3 മാത്രം പിയാസ ആർക്കോ ഡെല്ല ക്യാമ്പെയിൻ എന്നും. അപ്പോൾ ഈ കവാടവും വടക്കൻ ഭിത്തിയിൽ പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്നു. 4-ാം നൂറ്റാണ്ടിൽ പണിതതും 16-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ചതുമായ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയാണ് ഇവിടുത്തെ ഏറ്റവും ഗംഭീരമായ കെട്ടിടം. വിശുദ്ധ പത്രോസ് അപ്പോസ്തലന്റെ ശവകുടീരത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ക്രൈസ്തവ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മതപരമായ കെട്ടിടമാണിത്. വത്തിക്കാൻ സിറ്റിക്ക് അതിൻ്റേതായ ടെലിഫോൺ സംവിധാനം, തപാൽ ഓഫീസ്, അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾ ഇതൊക്കെയുണ്ട്. റേഡിയോ സ്റ്റേഷനുണ്ട്. അതേപോലെ ഭക്ഷണം ഉൾപ്പെടെ മിക്കവാറും എല്ലാ സാധനവും, വെള്ളം, വൈദ്യുതി, വാതകം എല്ലാം ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നഗര മതിലുകൾക്കുള്ളിൽ മാർപ്പാപ്പയുടെ വസതിയാണ്. റോമിലെ ബിഷപ്പായി മാർപ്പാപ്പ നയിക്കുന്ന റോമൻ കത്തോലിക്ക സഭയുടെ സർക്കാരിന് നൽകിയ പേരാണ് ഹോളി സീ. അതുപോലെ വിശുദ്ധ സിംഹാസനത്തിൻ്റെ അധികാര അതുപോലെ തന്നെ ലോകമെമ്പാടുള്ള കത്തോലിക്കരുടെ മേൽ വ്യാപിച്ചിരിക്കുന്നു. 1929 മുതലാണ് ഇത് വത്തിക്കാൻ സിറ്റിയിലാണ് താമസിക്കുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയാണ് ഈ കാണുന്നത്. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക. ഇവിടെ വെച്ചാണ് മാർപ്പാപ്പ ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്.